പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ ദൈവകരുണയുടെ മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം ലോകം മുഴുവൻ്റെ മേലും വിശിഷ്യ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ദൈവകരുണയെ വചന വെളിച്ചത്തിൽ നാം ധ്യാനിക്കുന്ന സമയം. കർത്താവ് നമ്മെ ഈ സമയം ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ അവസ്ഥകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ ജീവിതം തന്നെ കർത്താവിന് ഫലമേൽപ്പിച്ചുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്നങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹവും നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം ദൈവകരുണയെ നമുക്ക് ധ്യാനിക്കാം. അതിന് നമ്മെ സഹായിക്കുന്ന ഏതാനും വചനഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോവുകയും ചെയ്യാം. ദൈവവചനം വ്യക്തമാക്കുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. ദൈവത്തെ പോലെ കരുണ കാണിക്കുന്ന മറ്റൊരു വ്യക്തിയെ കൂടി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിച്ചാൽ അത് നടക്കില്ല. മറ്റാരെയും കരുണയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുക. ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ ഈ കരുണ ആഗ്രഹിക്കുന്നവർ ആദ്യം തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. ഈ കരുണ പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം? ഇതെല്ലാം ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കരുണ ലഭിക്കേണ്ടതിന് ആരുടെയെങ്കിലും പുറകെ നമ്മൾ പോയിട്ട് കാര്യമില്ല. ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ലെങ്കിൽ കരുണയ്ക്ക് നമ്മൾ ആദ്യം തിരിയേണ്ടത് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തന്നെയാണ്. ഇതോടൊപ്പം നാം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവകരുണയുടെ വ്യാപ്തി ചെറിയ ഒരു കരുണയൊന്നുമല്ല ദൈവത്തിൻ്റെ കരുണ. ഈ ദൈവകരുണയുടെ ആഴം, നീളം, വ്യാപ്തി ഇതെല്ലാം ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഏതാനും വചനഭാഗങ്ങൾ ധ്യാനിക്കുന്നതിലൂടെ ഈ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവത്തിങ്കിലേക്ക് തന്നെ തിരിയാനുള്ളൊരു പ്രചോദനം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വചനം ദൈവകരുണയുടെ വ്യാപ്തി വെളിവാക്കുന്ന ഒരു വചനഭാഗമാണ്. ദൈവം കാരുണ്യവാനാണെന്നും ആ ദൈവത്തിൻ്റെ കരുണയുടെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ വചനഭാഗം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ കാരുണ്യവാനും കൃപാലുവുമായ ദൈവം. അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് അപ്രകാരമാണ്: കാരുണ്യവാനായ ദൈവം, കൃപാലുവായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ. നമ്മളൊക്കെ പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കാം. ഇവിടെ ദൈവം അങ്ങനെയല്ല.
കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ജീവിത പങ്കാളി വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല, വിശ്വസ്തത കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം പരാതികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹിക്കുന്നതിലും വിശ്വസ്തത കാണിക്കുന്നതിൽ അത്യുദാരനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ ഇങ്ങനെയുള്ള മേഖലകളിൽ നമുക്കൊരു കുറവും വരില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം. ദൈവകരുണയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ നമ്മെ ഒരുപാട് സഹായിക്കേണ്ട ഒരു വചനഭാഗമല്ല ഈ വചനഭാഗം. അതുകൊണ്ട് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം, ദൈവകരുണയുടെ വ്യാപ്തി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിലേക്ക് തിരിയാനും കരുണ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ അത് നമ്മെ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. യോനാ പ്രവാചകൻ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം എടുത്താൽ ഏതാണ്ട് ഇതേ രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരുണയുടെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യോന 4-ന്റെ 2-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യോന ഏറ്റുപറഞ്ഞു, നീ ദയാലുവും കാരുണ്യവാനും കൃപാനിധിയും ക്ഷമാശീലനും സ്നേഹസമ്പന്നനും. ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒറ്റ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോനാ പ്രവാചകൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് യോനായ്ക്ക് ഇതെല്ലാം തൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ സാധിച്ചത്. ഈ ദൈവത്തെ നമ്മൾ കണ്ടെത്താതെ പോയാൽ, ഈ ദൈവത്തെ നമ്മൾ തിരിച്ചറിയാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ നഷ്ടം വരുത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തനം 103 അതിൻ്റെ 8-ാമത്തെ വചനം എടുത്താൽ വീണ്ടും അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ദൈവത്തെ വർണ്ണിച്ചിരിക്കുന്നത് എപ്രകാരമാണ്, ദൈവ കരുണയുടെ വ്യാപ്തി എത്ര വലുതാണെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവം ആർദ്രഹൃദയനും കാരുണ്യവാനുമായ ദൈവമാണ്. ആർദ്രഹൃദയൻ, കാരുണ്യവാൻ, ഇതൊക്കെയാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 145-ന്റെ 8-ാമത്തെ വചനത്തിലും ഏതാണ്ട് ഇതുപോലെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവം കൃപാലുവും കാരുണ്യവാനും ക്ഷമാശീലനും. ഇങ്ങനെ 1-2 വചനങ്ങളിലല്ല, ഒരുപാട് വചനങ്ങൾ ദൈവത്തെക്കുറിച്ച്, ദൈവം കാരുണ്യവാനാണ് എന്ന സത്യത്തെക്കുറിച്ച്, ദൈവകരുണയുടെ വ്യാപ്തി വളരെ വലുതാണ് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2 മക്കബായർ 6-ാം അധ്യായം 16-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരിക്കലും തൻ്റെ കരുണ പിൻവലിക്കില്ല. നമുക്ക് കാണാൻ സാധിക്കും, ഒരു കാലത്ത് അടയും ചക്കരയും പോലെ ഇരുന്നവർ ഇന്ന് ശത്രുക്കളായി മാറിയിരിക്കുക. ഒരു കാലത്ത് ഒരുപാട് ഉപകാരം ചെയ്തിരുന്നവർ ഇന്ന് അപകാരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും മാറ്റപ്പെട്ടിരിക്കുന്നു. മനുഷ്യർക്ക് അങ്ങനത്തെ വ്യത്യാസം വന്നേക്കാം. ഒരിക്കൽ നമ്മെ ഉയർത്തിപ്പിടിച്ചിരുന്ന വ്യക്തികൾ പിന്നീട് നമ്മെ താഴേക്കിടുന്ന അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം അതല്ല. ഇങ്ങനെയുള്ള മനുഷ്യരുടെ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം. അവിടുന്ന് തൻ്റെ കരുണ ഒരിക്കലും പിൻവലിക്കത്തില്ല. ദൈവത്തിന് തൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. നന്മയും കരുണയും സ്നേഹവുമല്ലാതെ മറ്റൊന്നും ദൈവത്തിന് ചെയ്യാൻ അറിയത്തില്ല, നൽകാൻ അറിയത്തില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യെശയ്യാ 54 7-ാമത്തെ വചനം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മഹാകരുണ എന്നാണ്. ആ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മഹാകരുണ. അപ്പം അത് തന്നെ ദൈവകരുണയുടെ വ്യാപ്തി വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. സങ്കീർത്തനം 89 28-ാമത്തെ വചനവും യെശയ്യാ 54-ന്റെ 10-ാമത്തെ വചനവും ഏതാണ്ട് ഒരുപോലെ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ കരുണ അചഞ്ചലമാണ്, ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്. മറ്റു പലർക്കും മറ്റു പലതിനും
മാറ്റം വന്നേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കരുണയ്ക്കോ ദൈവത്തിൻ്റെ സ്നേഹത്തിനോ മാറ്റം വരില്ല എന്നുള്ളത് ഈ രണ്ട് വചനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം 27:10 നമുക്ക് സുപരിചിതമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പനും അമ്മയും നിന്നെ കൈവിടുന്ന ഒരനുഭവം ഉണ്ടാകാം. അത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പനും അമ്മയും നിന്നെ കൈവിട്ടേക്കാം, എന്നാൽ കർത്താവ് നിന്നെ കൈക്കൊള്ളും. കർത്താവിന് നിന്നെ കൈവിടാൻ പറ്റത്തില്ല എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ജെറമിയ 31:20 വചനവും പ്രഭാഷകൻ 5:6 വചനമെടുത്താൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് മറ്റൊരു പദം ഉപയോഗിച്ചാണ്, നിസ്സീമമായ കരുണ. ദൈവത്തിൻ്റെ കരുണ നിസ്സീമമായ കരുണ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവ കരുണയിൽ മുങ്ങിക്കുളിക്കാനുള്ള ആ ഒരു കൃപ നമുക്ക് ലഭിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സങ്കീർത്തനം 103:11 വചനവും 36:5 മുതൽ 7 വരെയുള്ള വചനഭാഗം കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ദൈവകരുണയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ അത് നമ്മെ സഹായിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ആകാശത്തോളം ഉന്നതമാണ്. ദൈവകരുണയുടെ വ്യാപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകാശത്തോളം ഉന്നതമാണ് ദൈവത്തിൻ്റെ കരുണ. കടൽ പോലെ വിശാലമാണ് ദൈവത്തിൻ്റെ കരുണ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ചിടാം. ദൈവം കാരുണ്യവാനാണ്. ദൈവത്തെപ്പോലെ കരുണയുള്ള മറ്റാരുമില്ല. ദൈവത്തിൻ്റെ കരുണ, അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അത് ആകാശം പോലെ ഉന്നതവും ആഴിയുടെ ആഴം പോലെ ആഴമുള്ളതുമാണ്. അതാണ് ദൈവകരുണയെക്കുറിച്ച് ഏതാനും വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു യാഥാർത്ഥ്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിക്കുവാൻ വേണ്ട ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഏതാനും പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കൃപയും കരുണയും വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.